കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ശേഷി എല്ലാം ഉണ്ടായിട്ടും നിഷ്ക്രിയനായി അലസതയോടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് ഈ ജുമാക്ക് വരുന്നവരിൽ പോലും കാണാൻ സാധിക്കും. അലസനാണ്, വേറെ ഒരു കാരണവും അവർക്ക് പറയാനുണ്ടാവില്ല. അവർ വൈകി എത്തുന്നതിൻ്റെ അടിസ്ഥാനം മടിയായിരിക്കും. ജമാഅത്ത് നമസ്കാരത്തിന് കാണാത്ത ആളുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അയാൾ രോഗിയല്ല, യാത്രക്കാരനല്ല, മറ്റൊരു തിരക്കും അയാൾക്ക് പറയാനുണ്ടാവില്ല. അയാളുടെ അലസത അയാളെ പിടിച്ചു വേട്ടയാടിയിരിക്കും. ദീനീ പഠനത്തിൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കുന്നതിൽ എന്തിലും നിങ്ങൾ എടുത്തു നോക്ക്. അലസത ഇന്ന് നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നിട്ടുണ്ട്. ക്യാൻസർ പരക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇന്നത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. ദീനിൻ്റെതായ ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യോഗത്തിലേക്ക് വിളിച്ചാൽ പോലും ഒന്ന് വന്ന് ഇരിക്കേ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. പക്ഷേ അയാൾ എത്ര ഒഴിവുള്ളവനാണെങ്കിലും ആ മടിയിൽ നിന്ന് മാറാൻ അയാൾക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പാരായണം ചെയ്യാൻ എത്ര അവസരങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുന്നു. പണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ യാത്രകളെ പറ്റി പറയാൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടി ഷാമിലേക്ക്, സിറിയയിലേക്ക്, ഇറാനിലേക്ക്, ഈജിപ്തിലേക്ക്, ഫലസ്തീനിലേക്ക് പണ്ഡിതന്മാർ എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് ഓടിപ്പോയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അടുത്ത് നമുക്ക് നമ്മുടെ കൈകളിൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാത്ത, ഓതാത്ത ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ ഈ സ്വഭാവത്തിൻ്റെ, ഈ മടിയുടെ, അലസതയുടെ ലോകത്താണെങ്കിൽ നമുക്ക് രണ്ട് ലോകത്തും നഷ്ടങ്ങളാണ്. ചെറുതല്ല ഈ ലോകത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഉന്മേഷമുള്ളവരായി മാറണം, നിങ്ങൾ നശാത്തുള്ളവരായി മാറണം. ഊർജ്ജസ്വലനായ ശക്തനായ മുഅ്മിനെയാണ് അല്ലാഹുക്ക് ഇഷ്ടം. ഇതൊക്കെ ഹദീസിലൊക്കെ വന്ന പ്രയോഗം കാണാൻ സാധിക്കും. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ നബിയാണ് മൂസാ നബി. ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് വലിയ ഒരു ചുമതലയുമായി കയറിപ്പോവാണ്. ആ സമയത്ത് അള്ളാഹു കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? മൂസ, നീ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവുമായിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഇദ്ഹബ് അൻത വ അഖൂക, നീയും നിന്റെ സഹോദരനും അങ്ങ് ഫിറഔനിന്റെ അടുത്തേക്ക് പോകണം. വലാ എന്റെ ദൃഷ്ടാന്തങ്ങളുമായി അവിടെ ചൊല്ലുന്ന സമയത്ത് എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ രണ്ടുപേരും അലസന്മാരാകരുത്, എന്നെ ഓർക്കാൻ മടിണ്ടാവരുത്. നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്, വലാ തനിയാ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിറകോട്ടാകരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കസ്ലാനുകൾ, മടിയന്മാരായി മാറരുത്. എത്ര വലുതായ കാര്യത്തിലാണ് നബിതങ്ങൾ മൂസാ നബി ഇസ്ലാമിനോട് ഈ ഉപദേശം കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ചെറിയൊരു അധ്യായമായ അലം നശ്റഹ് ലക സദ്റക ഓതി പഠിച്ചവരാണ് നമ്മൾ. അതിന്റെ അവസാനത്തെ രണ്ടായത്തും നമ്മളോട് പറയുന്നതും ഇത് തന്നെയാ. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നീ ഒന്ന് കഴിഞ്ഞാൽ, ഫഇദാ ഫറഗ്ത, നീ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, റിലാക്സ് ആയി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കുറച്ചു കാലത്തേക്ക് ഒരു പണിയില്ലാതിരിക്കുകയാണോ? ഫൻസബ്, മറ്റൊരു കാര്യത്തിൽ നീ മുഴുകണം. നീ അങ്ങനെ ഉറങ്ങി തൂങ്ങി നടക്കരുത്, നീ നിഷ്ക്രിയനാവരുത്, നീ മടിയനാവരുത്. വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിലേക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് നീ കുതിച്ചു വരണം. നന്മയിലേക്ക് നീ റബ്ബിലേക്ക് അടുത്തു വരണം. വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിനകത്ത് പോലും ഈ സന്ദേശം നമുക്ക് തന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മഹാരഥന്മാരായ ഉലമാക്കന്മാർ അവരുടെ കിതാബുകൾക്കകത്ത് എഴുതി വെച്ചു ഈ രോഗത്തെക്കുറിച്ച്. ഇത് രോഗാണ്. ഉലമാക്കന്മാർ രേഖപ്പെടുത്താണ് മടി, അലസത മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഉലമാക്കന്മാർ രേഖപ്പെടുത്തി അൽ കസ്ലു മറദുൽ ഖിതാൽ, മടി അഥവാ അലസത എന്നതൊരു മാരക രോഗമാണ്, ചെറുതല്ല.
ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ എണീറ്റ് നിസ്കരിക്കാൻ വരണമെങ്കിൽ ഈ രോഗത്തിനെതിരെ അയാൾ പടവരുതണം. പള്ളിയിലെ ബാങ്കുലി ശബ്ദങ്ങൾക്ക് ജവാബ് പറഞ്ഞ് അതിന് പ്രാർത്ഥന പറഞ്ഞ് പള്ളിയിൽ ഒതുണ്ടാക്കി ജമാഅത്തിനെത്തണമെങ്കിൽ അയാൾ ഈ രോഗത്തിനെതിരെ ശക്തമായി പോരടിക്കണം. ഒരു ജുമുഅ 40 മിനിറ്റ് 25 മിനിറ്റ് ഖുത്ബ സാഗൂതം ശ്രദ്ധിക്കണമെങ്കിൽ ഉറക്കമാകുന്ന മടിയിൽ നിന്ന് അയാൾ പുറകോട്ട് മാറണം. എന്തിന് നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചോ? നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ പഠനം, വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എന്തൊരു കാര്യം സജീവമായ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മുടെ ഗ്രേഡ് കൂടണോ, ഈ സ്വഭാവം നമ്മൾ വിട്ടുകളയണം. മടി. ഉലമാക്കന്മാര് പറയുന്നത് മാരക രോഗമാണ് ഇത്. ഇതുള്ള ആൾ എന്താ പ്രശ്നം ഉണ്ടാവുക? അയാളുടെ ജോലിയിൽ അയാൾ ഉഴപ്പും. മടിയനായ ഒരു പണിക്കാരൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശമ്പളം കൊടുത്തത് വെറുതെ ആകുന്നല്ലാതെ പണി നടക്കൂല. മടിയനായ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ വീട് ഉറങ്ങിയ വീടായി മാറും. ഒരു ഉന്മേഷവും ആ വീട്ടിലുണ്ടാവില്ല. എന്ത് കാര്യത്തിലും നിങ്ങൾ എടുത്തു. അതുകൊണ്ട് 2 തരത്തിൽ ഉലമാക്കന്മാർ പറഞ്ഞു. ഒന്നുകിൽ മനുഷ്യന് അജിസായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കസിലായിരിക്കും. അജിസ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യാതിരിക്കാനുള്ള കാരണം അയാളുടെ അശക്തതയാണ്. അതൊക്കെ വയ്യാത്തോണ്ടാണ് ചെയ്യാത്തത്, അത് അംഗീകരിക്കാം. രണ്ടാമത് മനുഷ്യന്മാർ നന്മ ചെയ്യാതിരിക്കാനുള്ള കാരണം കെസിലാണ്. അയാൾക്ക് ശക്തി ഉണ്ട്, കഴിവുണ്ട്, പക്ഷെ അയാളുടെ മടി കൊണ്ടാണ് അയാൾ പല നന്മകളും ചെയ്യാതെ പോയത്. ഇത് ഞാൻ എന്നെ കുറിച്ചാണ്, നമ്മൾ നമ്മളെ കുറിച്ചാണ്. നമ്മിലേക്ക് വിരൽ ചൂണ്ടി നമ്മൾ നമ്മളെ പരിശോധിക്കേണ്ട ഒരു സ്വഭാവമാണിത്. എനിക്ക് ഇങ്ങനെ വല്ല പ്രശ്നം എൻ്റെ മുമ്പിലുണ്ടോ? പക്ഷെ ഈ കാര്യങ്ങൾ അങ്ങനല്ല. അവനവന് ലാഭം കിട്ടുന്ന എന്ത് കാര്യത്തിലും ആക്റ്റീവാണ്. അവനവൻ എന്തെങ്കിലും കുറച്ച് കിട്ടും, കുറച്ച് പണം കിട്ടാനുണ്ട്, വേറെ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടാണെങ്കിൽ ഒരു മടിയില്ല, എത്ര കിലോമീറ്റർ അയാൾ ഓടും. എന്നാൽ ഉലമാക്കന്മാര് പറയാം, അല്ലാമ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഫൽ കസ്ലു, ഒരു മനുഷ്യന് മടി സംഭവിച്ചു കഴിഞ്ഞാൽ ഹുവ അസ്ലുൽ ഖൈബതി വൽ ഫശ്ൽ, അത് ഒരു മനുഷ്യന്റെ നിരാശയുടെയും പരാജയത്തിന്റെയും അടിത്തറയാണ്. അയാൾക്ക് നിരാശ ഉണ്ടാവും കുറെ കാലം കഴിഞ്ഞാൽ. അന്ന് ചെയ്താൽ മതിയായിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇന്നിങ്ങനെ അയാൾക്ക് നിരാശ ഉണ്ടാകാൻ തുടങ്ങും. വൽ ഫശ്ൽ, എല്ലാവരും തൻ്റെ കൂടെ പഠിച്ചവർക്ക് ഉയർന്ന ദറജയിലെത്തുമ്പോഴും ഇയാൾ ഫശ്ലിലായിരിക്കും, പരാജയത്തിലായിരിക്കും. മടിയന്റെ അടിത്തറയാ പറയുന്നത്. ഫൽ കസ്ലാൻ, മടിയന്മാരെ, ലാ യുദ്രികു ഖൈറാ, അവർക്ക് ഒരു നന്മയും ഉണ്ടാക്കാൻ കഴിയൂല. വലാ യനാലു മക്റമ, സമൂഹത്തിൽ ഒരു ആദരവ് പോലും ആ മനുഷ്യന് നേടാൻ കഴിയൂല. വലാ യുഹല്ലി ബിദീനിൻ വലാ ദുനിയാ, ദീനിന്റെയോ ദുനിയാവിന്റെയോ ഒരു സൗഭാഗ്യവും ആ മനുഷ്യന് കിട്ടൂല. എല്ലാം ഉണ്ട്, പണമുണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്. ഈ ഒരു ദുഷിച്ച ശീലവും ദുസ്വഭാവം കാരണം കൊണ്ട് മനുഷ്യൻ മടുക്കുന്നവനായി മാറുക. പരിശുദ്ധ ഖുർആൻ ഇത് ചില ആളുകളുടെ സ്വഭാവമാണെന്ന് വ്യത്യസ്ത രൂപത്തിലെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. ഇനി ആർക്കെങ്കിലും ഒരു മടി ഉണ്ടെങ്കിൽ ഓനെ പോയി മുനാഫിഖ് എന്ന് വിളിക്കാൻ നിൽക്കണ്ട. ഇത് ഒരു സൂചന തരാണ്, മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. വഇന്ന മിൻകും, യുദ്ധത്തിന്റെ രംഗത്ത് വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ടാകും, ലമല്ല യുബത്തി അന്ന, അതിൽ നിന്ന് പതുക്കെ അമാന്തം കാണിച്ച് പിറകോട്ട് വലിയും, മടി കാണിക്കും. കാരണം യുദ്ധം എന്ന് പറഞ്ഞ പോരാട്ടാണ്, അതിന് ഇവർക്ക് താല്പര്യമല്ല. മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്തു നിസാഇന്റെ 142, വഇദാ ഖാമൂ ഇലസ്സലാ, മുനാഫിഖീങ്ങളായ ആളുകൾ നമസ്കാരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോ, അവർ നിർവഹിക്കുമ്പോ, ഖാമൂ കുസാലാ, അലസതയോടെ മടിയോടെ ആയിരിക്കും അവരത് നിർവഹിക്കാൻ വരിക. താല്പര്യം ഉണ്ടാവില്ല. ഖാമൂ ഇലസ്സലാത്തി, ഖാമൂ കുസാല, മടിയോടെയാ നിസ്കരിക്കാം. യുറാഊനന്നാസ്, അവർ അവരുടെ പരലോകമൊന്നും ചിന്തിക്കൂല, ജനങ്ങൾ കാണണമെന്നാണ് ചിന്തിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അല്ലാഹുവിനെ വളരെ കുറച്ചേ അവർ ഓർക്കുന്നുള്ളൂ. എന്ത് ഇബാദത്ത് ചെയ്താലും അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത അവർക്കില്ല.
ഇത് മുനാഫിഖിന്റെ അടയാളമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വരെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു അപകടത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് ഉലമാക്കന്മാർ പറയുന്നത്. നമ്മുടെ പഠനത്തില്, നമ്മുടെ ജോലിയില്, നമ്മുടെ കുടുംബത്തില്, എവിടെയാണെങ്കിലും ശരി, ഈ അലസത എന്ന പ്രശ്നത്തിന്റെ അപകടം വലുതാണ്. അതിലേറ്റവും ഒന്നാമത്തേത് നമുക്കൊരുപാട് നഷ്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. ഈ രോഗത്തുകൊണ്ടുള്ള അപകടം എന്താ? നഷ്ടങ്ങളാണ് ഒരാൾക്ക് കൊടുക്കുള്ളൂ, ലാഭം എന്ന് പറഞ്ഞതില്ല. ഉലമാക്കന്മാർ പറയാണ്, പണ്ടൊരു കാലഘട്ടത്തിൽ ലോകത്തിനെ വലിയ രൂപത്തിൽ ഭരണം കാഴ്ചവെച്ച ഒരു കുടുംബം, രാജകുടുംബം, അതിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ. അറബ് രാജ്യത്ത് ഭരണാധികാരികളാക്കിടയിൽ അങ്ങനെ അബ്ബാസിയാക്കളെ പോലെ മറ്റു പല ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയല്ലോ. ആ ഭരണകൂടത്തിൽ ഒരു രാജഭരണകൂടം നശിച്ച് കുത്തുപാളയം എടുത്തു, തകർന്ന് തരിപ്പണായി, ഭരണം കയ്യുന്നു പോയി. അതിൽപ്പെട്ട ഒരാളോട് ചോദിക്കണ്ടേ, അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാനോട് ചോദിക്കണ്ടേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പവർഫുള്ളായ അധികാരം ഉണ്ടായിട്ട് എങ്ങനെ നിങ്ങൾക്കിത് നഷ്ടം സംഭവിച്ചത്? എങ്ങനെ കൈവിട്ടുപോയി നിങ്ങളുടെ അധികാരം? അദ്ദേഹം പറഞ്ഞു, 2 പ്രശ്നമാണ് ഞങ്ങൾക്ക് ബാധിച്ചത്. ഭരണം കയ്യിൽ കിട്ടിയിട്ടത് നഷ്ടപ്പെട്ടതിന്റെ 2 കാരണം, നൗമുൽ ഗദവാതി വശുർബുൽ അശവാതി, പ്രഭാതത്തിൽ കടന്നുറങ്ങും, രാത്രിയായാൽ മദ്യപിച്ചു കൂത്താടും. ഈ സ്വഭാവം ഞങ്ങളുടെ നാടിനെ നശിപ്പിച്ചു. പ്രഭാതത്തിൽ ഏറ്റവും ഉന്മേഷത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇബാദത്തിലും ജോലിയിലും കച്ചവടത്തിലും ക്ലീനിങ്ങിലും എല്ലാത്തിലും പഠനത്തിനും ഒക്കെ പറ്റിയ ഒരു നല്ല സമയമാണ് പ്രഭാതം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് കൊടുക്കണേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട സംഘത്തിനെ, യാത്രാ സംഘത്തിനെ പറഞ്ഞയക്കുമ്പോൾ അവരോട് രാവിലെ പുറപ്പെടാൻ പറയും. ആ സമയത്തിനൊരു ബറക്കത്തുണ്ട്. എന്നാൽ രാവിലെ പ്രഭാതത്തിലുള്ള വെറും ഉറക്കങ്ങൾ കൊണ്ട് മാത്രം നീണ്ടുപോകലാണ് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചത്. രാത്രിയാണെങ്കിലോ രാത്രിയിൽ മദ്യപിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലുള്ള കിടത്തവുമാണ് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയത്. ഉലമാക്കന്മാര് പറയാണ്, അലസന്മാർക്കുണ്ടാകുന്ന 2ാമത്തെ അപകടം ഇബാദത്തുകളിലുണ്ടാകുന്ന അപജയമാണ്. ആരാധനകളിൽ അയാൾക്കുണ്ടാകുന്ന അപകടം അതായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ കാണാം, ലികുല്ലി ഷൈഇൻ ആഫത്തുൻ, എല്ലാ വസ്തുക്കൾക്കും ഒരു അപകടമുണ്ടാകും. വആഫത്തുൽ ഇൽമി അൻ നസിയാൻ, അറിവിന്റെ അപകടം എന്ന് പറഞ്ഞാൽ മറവിയാണ്. നല്ല പഠിക്കും, പക്ഷെ ആള് മറക്കാണ്. അത് ഇൽമിലുള്ള അയാളുടെ അപകടമാണ്. വആഫത്തുൽ ഇബാദത്തി, ആരാധനയിലുള്ള അപകടമാണ്. അൽ കസ്ലാൻ, മടി പിടിക്കുക എന്നത് ആരാധനയെ നശിപ്പിക്കുന്നതാണ്. അത്ര അപകടകാരിയാണ് എന്നർത്ഥം. തബഈ പണ്ഡിതനായ മുഹമ്മദ് ബിൻ അലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചു ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇയ്യാക വൽ കസല വൽ വജ്ർ, മോനെ നീ കസിലിനെയും ലജ്റിനെയും സൂക്ഷിക്കണം. കസില് മടി, ലജ്ർ അക്ഷമ. ഒരു ഓഫീസ് പോയി 2 മിനിറ്റ് ക്യൂ നിൽക്കാനുള്ള ക്ഷമല്ല. ഒരു സ്ഥലത്ത് പോയി 10 ആളെ ബാക്കിൽ ക്യൂ നിൽക്കാൻ പറ്റണില്ല. ഡോക്ടർ മുമ്പിൽ പോയി 4 ആൾ ടോക്കൺ വിളിക്കുന്നത് വരെ ഇരിക്കാനുള്ള സമയമല്ല. ആകെ അക്ഷമനാകുന്നുണ്ടോ നീ? ഇയ്യാക, നീ സൂക്ഷിക്കണം കേട്ടോ. അൽ കസില, മടി പിടിക്കുന്നത്, വല്ലജ്റ, അക്ഷമനാകുന്നത്. എന്നിട്ട് അദ്ദേഹം പുറത്ത് മകനോടുള്ള ഉപദേശമാണ്, മോനെ, ഫഇന്നഹുമാ, ഈ 2 സാധനങ്ങളുണ്ടല്ലോ, മിഫ്താഹു കുല്ല ശർറിൻ, എല്ലാ ശർറിന്റെയും താക്കോലാണ്. എല്ലാ ശർറും വന്നു. വേറെ എന്ത് മുന്തിയ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് അപകടം ഉണ്ടാക്കും. മുനാഫിഖീങ്ങളുടെ പ്രകൃതം വിശദീകരിച്ചപ്പോൾ വീണ്ടും ഇതുപോലെ പറയുന്നുണ്ട്, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ, അവരുടെ ആരാധന, അവരുടെ ഇബാദത്ത് മടിയന്മാരായിട്ടാണ് നിർവഹിക്കുക. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ അള്ളാന്റെ മാർഗത്തിലാന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കും, പക്ഷേ കാരിഹൂൻ, വെറുപ്പോടെയാണ് കൊടുക്കുക. ചോദിച്ചിട്ട് എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കാം? ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചെയ്തില്ലെങ്കിൽ അയാളെന്ന് വിചാരിക്കാം. പള്ളിൻ്റെ കാര്യമല്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ടത് പിറകോട്ട് നിന്നാൽ പിന്നെ മോശമല്ലേ? ഇതൊന്നുമല്ല. അവനവന് വേണമെങ്കിൽ
കാരിഹൂനായി വെറുപ്പോടെ ചെയ്യുന്ന ദാനമാണ് മുനാഫിക്കിൻ്റെത് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ ഓർമ്മപ്പെടുത്താണ്. മൂന്നാമത്തെ അപകടം മടി പിശാചിന്റെ അമ്പാണ്. നമ്മളെ പിശാച് വേട്ടയാടിയിട്ടുണ്ടെന്നതിൻ്റെ അടയാളമാണ് മടി. എൻ്റെ വാക്കല്ല. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ പറയാണ്, അശ്ശൈത്വാനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം, ആദമിന്റെ സന്താനങ്ങളിൽ അവന്റെ കൽബിൽ ശൈത്വാൻ കുടിയിരിക്കും. ഫഇദാ ദക്കറല്ലാഹ്, അവൻ അല്ലാഹനെ ഓർത്താൽ ഖനസ, അവിടുന്ന് പിശാച് പിന്തിരിഞ്ഞു പോകും. വഇദാ ഗഫല, അല്ലാഹനെ ഓർക്കാൻ മടി കാണിച്ചാൽ, ഇബാദത്തിൽ നിന്ന് മടി കാണിച്ചാൽ, വസ്വസ, പിശാച് ഓരോ ദുർബോധനങ്ങൾ ഇട്ടു തരും. സ്വതക്ക കൊടുക്കണ്ട, ഖുർആൻ ഓതണ്ട, ഇപ്പൊ എണീക്കണ്ട. നമ്മളെ വസ്വാസിലാക്കി മനുഷ്യനെ തളർത്തിയിട്ടു ദുർബോധനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഗൗരവത്തോടെ തന്നെ പറഞ്ഞ, നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഒതുണ്ടാക്കണം, വളരെ പെട്ടെന്ന് ഒതുണ്ടാക്കണം. ആ ഉളുവിൽ മൂക്കിലേക്ക് 3 തവണ വെള്ളം കയറ്റി ചീറ്റണം. അവന്റെ മൂക്കിന്റെ തരിമൂക്കിന്റെ ഭാഗത്ത് പിശാചുക്കൾ രാപ്പാർക്കുമെന്നും ഒളുണ്ടാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതോടെ പിശാചി ഇറങ്ങിപ്പോകുമെന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അഥവാ ഒരു മനുഷ്യനെ പല നിലക്ക് പ്രയാസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഉമ്മത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും, 100 ഒട്ടകങ്ങളെ കാണുന്ന പോലെയാണ്. 100 ഒട്ടകങ്ങളെ നിനക്കിങ്ങനെ കാണാം. ലാ തജിദു റാഹില, അതിൽ ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കുറെ ആൾക്കാരുണ്ടാവും, ഒരു ഉന്മേഷവാനായ മടി പിടിക്കാത്ത ഒരെണ്ണം ഉണ്ടാവില്ല. അതാണ് അതിന്റെ സൂചന. 100 കണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടാകും, ഒരെണ്ണത്തിന്റെ പുറത്ത് പോലും കയറി വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത കോലത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത്. എത്ര സൂക്ഷിക്കണം നമ്മൾ ആലോചിക്കും. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന ചോദ്യത്തിന് മറുപടി, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ മുഅ്മിൻ. ഖൈറുൻ, അതാണ് ഏറ്റവും നല്ലവൻ. വഹബ്ബു, ഏറ്റവും ഇഷ്ടം. ഇലല്ലാഹി, അല്ലാഹുവിന്. മിനൽ മുഅ്മിനിൽ ളഈഫി, ളഈഫായ മുഅ്മിനിനേക്കാൾ, ദുർബലനായ ഒരു മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം സ്ട്രോങ് ആയ ശക്തനായ ഒരു മനുഷ്യനാണ്. ശരി, എന്താ നമ്മൾ ചെയ്യുക? രോഗാണ്, എന്ത് ചെയ്യണം? ചികിത്സിക്കണം. എന്ത് ചികിത്സ? ചിലത് പറയാം. ഉലമാക്കന്മാര് പറഞ്ഞു, ഒന്നാമത്തെ ചികിത്സ അള്ളാഹുവോട് കാവല് ചോദിക്കണം. പടച്ചോനെ, എനിക്ക് ആ സ്വഭാവം ഉണ്ടാകരുത്. പടച്ചോനെ, എന്നെ രക്ഷിക്കണം. പടച്ചോനോട് സഹായം ചോദിക്കണം. ഇത്രക്ക് അപകടകാരിയാണെങ്കിൽ അള്ളാഹുവേ, എന്നെ ഒന്ന് സഹായിക്കണം റബ്ബേ, എന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ മാറ്റരുത്. രണ്ടാമത്തെ മരുന്ന്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഈ ഒരു പ്രതിസന്ധി, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഞാൻ വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് എന്നോട് കാവല് ചോദിക്കുകയാണ്. വൽ അജ്സി വൽ കസലി, അശക്തതയിൽ നിന്ന്, മടിയിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു. മടി പിടിക്കുക, അലസനാവുക, അശക്തനാവുക, അതിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു എന്ന് നബിതങ്ങൾ പോലും പ്രാർത്ഥിക്കാറുണ്ട്. മൂന്നാമത്തേത്, മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചികിത്സ പറയാണ്. ഒരു കാര്യത്തിന്റെ പ്രസക്തി, അത് ചെയ്താൽ കിട്ടുന്ന പുണ്യങ്ങളും പ്രതിഫലങ്ങളും മനസ്സിലാക്കുക. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്ര നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒന്നാമത്തെ സൊഫ്. ഈ പള്ളിയിൽ ഇപ്പോൾ 10-16 സൊഫ് ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ഒരു കൂലി കിട്ടൂല. ഒന്നാമത്തെ സൊഫ് ഒരു അത്യപൂർവ സൊഫാണ്. അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാടുകളിൽ നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമായിരുന്നു. ഇവിടെ പ്രശ്നമല്ലല്ലോ, ആരും മത്സരിക്കാൻ വരൂല, എല്ലാവർക്കും സൊഫ് ബാക്കിയാണ്. എന്നാൽ ഒന്നാമത്തെ സഫിന്റെ മഹത്വം ഒരാൾ അറിഞ്ഞാൽ മടിയില്ലാതെ അയാൾ അവിടേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. അതാണ് ചികിത്സ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശാഇന്റെ സുബ്ഹിന്റെ ജമാഅത്തിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ വരുമായിരുന്നു. മടിക്കൂല, ഒരു മടിയും വരൂല. ഇശാഇന്റെയും സുബ്ഹിന്റെയും ജമാഅത്തിന്റെ പ്രതിഫലത്തിന്റെ മഹത്വം അറിഞ്ഞാൽ അയാൾ മുട്ടിലിഴഞ്ഞാണെങ്കിലും അയാൾ വരുമായിരുന്നു. 3 ജുമുഅ ഒഴിവാക്കുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല മുദ്രയിടപ്പെടും. അത് മനസ്സിലാക്കിയാൽ ഒരു ജുമുഅയും അയാൾ നഷ്ടപ്പെടുത്തൂല. ബാങ്കുലി ശബ്ദം, ജുമുഅന്റെ ബാങ്കുലി ശബ്ദം കേട്ട് പുറപ്പെട്ട് ഇമാമ ഖുത്ബ ആരംഭിച്ചാൽ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖാതാളുകൾ പൂട്ടിവെക്കുമെന്നും അവർ ഖുത്ബ കേൾക്കാൻ ഇരിക്കുമെന്നും ഹദീസ് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ജീവനുണ്ടെങ്കിൽ വൈകിത്തൂല, ഒരു ജുമുഅ കിട്ടണം എന്നുള്ള ചിന്തയാണെങ്കിൽ. ഇവിടെയാണ് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു കാര്യത്തിന്റെ ലാഭത്തെക്കുറിച്ച് അറിയണം, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞാൽ ശരിയാകും. 4 നല്ല ഉപദേശങ്ങൾ കേൾക്കുക. അലസത മാറ്റുന്ന 100 കണക്കിന് ഉപദേശങ്ങൾ തരാൻ ഇന്ന് ആളുകളുണ്ട്. വളരെ സൈക്കോളജിക്കലായിട്ടാവട്ടെ, ദീനിയായിട്ടാവട്ടെ, ഹെൽത്തി ആയ ഏത് കാര്യത്തിലാവട്ടെ നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ തരുന്നവരെ നമ്മൾ സമീപിക്കണം. പറയാൻ ഒരു മടി ആവശ്യമില്ല. 5 നല്ല ചങ്ങാതിമാരൊപ്പം ചെല്ലണം. മടിയനായ കുഴിമടിയനായ ഒരുത്തന്റെ കൂടെയാണോ നിന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, നീ അത് തന്നെയായി മാറാൻ പോവാ. നിന്റെ ക്ലാസ്സിലെ, നിന്റെ കോളേജിലെ മടിയന്മാരിൽ മടിയനായ ബാക്ക് ബെഞ്ച് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീയും അവിടെ തന്നെയാണ് നിന്റെ റോൾ ഉണ്ടാവുക. നാട്ടിലെ ഒന്നിനും ഒരു നന്മയിലും മുന്നോട്ട് വരാത്തൊരു കുഴിമടിയന്റെ കൂടെയാണ് നിന്റെ സദാസമയത്തുമുള്ള നടത്തമെങ്കിൽ നിനക്ക് മറ്റൊരു സ്വഭാവം പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. നല്ലവന്മാരുടെ കൂടെ നീ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാരകമായ വിപത്ത്, സമൂഹത്തിനെ, വ്യക്തികളെ എല്ലാം ബാധിക്കുന്ന ഈ ഒരു അലസതയുടെ, മടിയുടെ എല്ലാ കെടുതികളിൽ നിന്ന്, വിപത്തുകളിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുകയും ഊർജ്ജസ്വലമായ ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വസല്ലമ തസ്ലീമൻ കസീറാ. أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന നല്ലവരായ ദാസന്മാരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരം കച്ചവടങ്ങൾ നമ്മൾ സ്വീകരിക്കാറുള്ളവരാണ്. പലപ്പോഴും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയുന്ന കച്ചവടങ്ങളുണ്ട്. ലാഭം മാത്രം ചിന്തിക്കുകയും നഷ്ടം മാത്രം സംഭവിക്കുകയും ചെയ്യുന്ന കച്ചവടങ്ങളുണ്ട്. എത്രയോ സമ്പന്നന്മാർ കൂപ്പുകുത്തിയ കച്ചവടങ്ങൾ നമ്മൾ ഇപ്പോഴും വായിക്കാറുണ്ട്. എത്രയോ ദരിദ്രന്മാർ വലിയ ഉയർന്ന ദർജയിലേക്ക് എത്തിയ ബിസിനസ് രംഗത്തുള്ളവരെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ അള്ളാന്റെ ഖുർആനിൽ 3 കച്ചവടത്തെ കുറിച്ച് പറയാണ്. നഷ്ടം ഒരിക്കലും സംഭവിക്കാത്ത ലാഭകരമായ 3 കച്ചവടം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ തർക്കത്തിന് പ്രസക്തിയില്ല. നമുക്ക് നഷ്ടങ്ങളില്ലാത്തൊരു കച്ചവടത്തെ സൂറത്ത് ഫാത്തിറിന്റെ 27-ാമത്തെ ആയത്ത് മുതൽ 29 വരെ വായിച്ചു നോക്കിയാൽ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിക്കുന്ന, പാരായണം ചെയ്യുന്നവർ. 1-ാമത്തെ കച്ചവടം അതാ, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യും. വഖാമുസ്സലാ, 2-ാമത്തേത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരായി മാറുക. 3 വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായി പരസ്യമായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാം. ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, യർജൂന തിജാറതൻ ലൻ തബൂർ, നാശമേതുമില്ലാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കിട്ടുന്നത് നഷ്ടങ്ങൾ ഒരിക്കലും വരില്ല.
ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ തഫ്സീറുൽ മുയസ്സറിൽ അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്താണ്, ഇന്നല്ലദീന യഖറഊനൽ ഖുർആന, അവർ ഖുർആൻ നന്നായി ഓതും, വയഅമലൂന ബിഹി, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, വദാവമു അലസ്സലാത്തി ഫി ഔഖാതിഹാ, സമയമായാൽ സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കും, വഅൻഫഖു മിമ്മാ റസഖനാഹും മിൻ അൻവാഇൻ നഫഖാത്തിൽ വാജിബാത്തി വൽ മുസ്തഹബ്ബത്തി, സുന്നത്തായ വാജിബായ ചെലവാക്കേണ്ട എല്ലാ ചെലവുകളും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കും, പണം ചെലവാക്കും. നാശമില്ലാത്ത, നഷ്ടമില്ലാത്ത, തകർച്ചയില്ലാത്ത വലിയ ഒരു ലാഭകരമായ കച്ചവടമാണ്. എന്താണ് കാരണം? അലാ വഹിയ റിളാ റബ്ബിഹിം, ഈ മൂന്ന് ടീമിനും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും, അള്ളാഹ് ഇഷ്ടപ്പെടും. വൽ ഫൗസു ബിജസീലി സവാബിഹി, അള്ളാന്റെ മഹത്തായ വമ്പിച്ച പ്രതിഫലം കൊണ്ട് ഇവർക്ക് വിജയിക്കാൻ കഴിയും. മൂന്നും വിശദീകരിക്കാനുള്ളതാണ്. ഞാൻ ഒന്ന് പറയാം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക എന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഇവിടെ ഇത്രയും ഖുർആനുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും ഒരു മുസ്ഹഫിൽ ഇരുന്ന് ഓതുന്നതിൻ്റെ പ്രതിഫലം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് ഓതിയാൽ കിട്ടൂല. അതുകൊണ്ട് സാധ്യമാകുമ്പോഴൊക്കെ, കിട്ടുമ്പോഴൊക്കെ മുസ്ഹഫ് എടുത്തുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊന്നും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് മൊബൈൽ ആപ്പൊക്കെ ഉപയോഗപ്പെടുത്താം. ആ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ട എന്നാ പറഞ്ഞത്. അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക, അത് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ്. നമ്മൾ ഈ ആയത്തും ഈ ഹദീസുകളൊക്കെ നമ്മൾ റമദാനിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇത് 12 മാസം നമുക്ക് ആവശ്യമുള്ളതാ. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനാണ്. അതിലെല്ലാം പെട്ടു. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പണം കൊടുത്താൽ അതിൽ പെട്ടു, സമയം കൊടുത്താൽ അതിൽ പെട്ടു, അതിനു വേണ്ടിയുള്ള യോഗങ്ങൾ, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയുള്ള നമ്മുടെ സമയം എല്ലാം ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, ഈ ആവശ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം പ്രതിഫലമാണ്. അതുകൊണ്ടാണ് സ്വന്തം മക്കളെ ഖുർആൻ പഠിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്ക് നാളെ പരലോകത്തൊരു താജുൻ, ഒരു കിരീടം ധരിപ്പിക്കും. അവര് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മക്കളെ പഠിപ്പിച്ചതിന്റെ പേരിൽ. ഇതെന്തിനാണെന്ന് അവർ ചോദിക്കും അത്ഭുതത്തോടെ. നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ കൂലിയാണ്. സഹോദരങ്ങളെ, ഇത് എല്ലാ നിലക്കും നമുക്ക് പ്രതിഫലമാകുമ്പോൾ നമ്മളൊക്കെ വായനയെയും വായനാ ദിനവും വായനാ വാരവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ വാചകം തന്നെ പഠിപ്പിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒരു വേദഗ്രന്ഥം 1-ാമത്തെ ആയത്ത് തുടക്കം കുറിച്ചത് വായനയുടെ വിപ്ലവം തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അശ്ലീലതകളല്ല വായിക്കേണ്ടത്, തോന്നിവാസങ്ങളല്ല വായിക്കേണ്ടത്, കെട്ടുകഥകളല്ല വായിക്കേണ്ടത്. സത്യത്തെക്കുറിച്ച് പഠിക്കുക. നമ്മൾ 17 റക്അത്ത് നമസ്കരിക്കുന്ന നമ്മളോട് 6 റക്അത്തിൽ ഇമാം ഉറക്കയോതുന്നു. 11 റക്അത്തിൽ നമ്മൾ സ്വയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഖുർആൻ ഓതിപ്പിക്കുകയാണ് അല്ലാഹു തആല. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളതെല്ലാം നിങ്ങൾ പാരായണം ചെയ്യൂ. ഒരു പേജ് കഴിയോ എങ്കിൽ അതോത്, അര പേജ് കഴിയോ അര പേജ് ഓത്. 2 ആയത്തെങ്കിലും ഒരു ദിവസം നിനക്ക് ഓതാൻ കഴിയുമെങ്കിൽ ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും കഴിയുന്നത് നീ ഓതുക. എത്ര സിമ്പിളായൊരു മതമാണ് ഇസ്ലാം. നമ്മളെ ഭാരിച്ച പണികൾ നമുക്ക് തന്നില്ല, സാധ്യമാകുന്ന ലളിതമായ. ഇനി ഓതാൻ നിനക്ക് തടസ്സമുണ്ടോ? അത് കേൾക്കാൻ നമ്മുടെ ഫോണ്, നമ്മുടെ ആപ്പുകൾ, സംവിധാനങ്ങൾ. വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് നീ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫസ്തമിഊ ലഹു വഅൻസിതു, ശ്രദ്ധിച്ച് കേട്ടോ, നിശബ്ദമായി ഇരുന്നു കൊടുത്തോ.
ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. കേൾക്കാൻ പോയാൽ മതി, കൂലിയാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്തിനാണ് സത്യത്തിൽ ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത്? ഓത്തും കേൾക്കലും മാത്രമാണോ? ലിയദ്ദക്കറൂ, അതിലുള്ളത് ചിന്തിച്ചാലോചിക്കാനാ. ആലോചിക്കണം അതിന്റെ ആയത്തുകളെ കുറിച്ച്. ലിയതദബ്ബറൂ അല്ലെങ്കിൽ ലിയദ്ദബ്ബറൂ, അവർ ഉറ്റാലോചിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാനാണ് ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഖുർആന്റെ ചോദ്യ, അവരെന്താ ഈ ഗ്രന്ഥത്തെ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? സഹോദരങ്ങൾ, ഏത് പ്രായക്കാർക്കും ദീന് പഠിക്കാവുന്ന വിവിധങ്ങളായ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് 3.5 വയസ്സ് മുതൽ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട്. 3.5 വയസ്സ് മുതൽ KG ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ ഖുർആൻ പഠിക്കാൻ നമ്മുടെ മദ്രസയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രക്ഷിതാക്കൾ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ വിദ്യാഭ്യാസം 3.5 വയസ്സ് 4 വയസ്സ് മുതൽ ഖുർആനിനെ സിസ്റ്റമാറ്റിക്കായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള അൽഹംദുലില്ലാഹ് ഒരു അവസരം നമ്മുടെ നാട്ടിലുണ്ട്. 8ാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി CRE എന്ന് പറയുന്ന ഖുർആനും അനുബന്ധമായ അതിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനം ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ഈ ഖുർആനിന്റെ അധ്യാപനത്തിന്റെ കൽപ്പന പാലിക്കാൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായി ഇവിടെ ഈ സംരംഭം ആരംഭിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്, സൂറത്തുൽ ഹജ്ജ് പഠിക്കാൻ. ഈ പരിസരത്ത് രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് പള്ളിയിൽ നിയ്യത്തോടുകൂടെ എത്തി ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ മാനിച്ചുകൊണ്ട് കഴിയാവുന്നവർ തൻ്റെ കാറും വാഹനമൊക്കെ ഉപയോഗപ്പെടുത്തി ഈ സദസ്സിൻ്റെ പൂർണ്ണത, ആരും ആൾ കുറഞ്ഞാലും എണ്ണം കുറഞ്ഞാലും നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. നമ്മൾ പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സഹായികളായി മാറാൻ നമ്മൾ നമ്മുടെ കുടുംബവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾ അകമഴിഞ്ഞ് വിശാല മനസ്സോടെ ഇഖ്ലാസോടെ യാതൊരു വെറുപ്പും തോന്നാത്ത രൂപത്തിൽ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് സ്വതക്കകൾ ചെയ്ത് സഹകരിക്കാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ സാഹിബ് മൗവഞ്ചേരി, അതുപോലെ തന്നെ കീരിയോട് അനീസ്, ഷഫീഖ് എന്നിവരുടെയൊക്കെ പിതാവ്, അവരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടിയിലുള്ള 1.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിട്ട് അവിടുത്തെ രക്ഷിതാക്കൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. വെറും 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയാണ് നാളെ. അള്ളാഹുവേ, ആ കുഞ്ഞിന് പൂർണ്ണമായ ഷിഫ, വേദനകൾ ഏതുമില്ലാതെ വളരെ ആശ്വാസത്തിൽ നീ അത് ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഏത് പ്രതിസന്ധികളെയും മാറ്റിക്കൊടുക്കാൻ കഴിവുള്ള റബ്ബേ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, വേദനകളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് ഷിഫ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലുമൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അവരുടെ യാത്രകളും പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ, കൃഷിയിൽ, ശമ്പളത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. അള്ളാഹുവേ, നാളെ നിന്റെ സ്വർഗീയ തോപ്പിൽ സന്തോഷിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങൾക്ക് സ്ഥാനം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين. اللهم ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.